നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സമുദ്രമേഖല ആകെ ചുട്ടുപൊള്ളുന്നു. കടൽ വെള്ളം തിളച്ചു മറിയുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ സമുദ്രമേഖലയിൽ സംഭവിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ്. ഇതിൻ്റെ പരിണതഫലമെന്ന രീതിയിൽ ഇന്ത്യയിൽ പല നഗരങ്ങളും അങ്ങനെ കടലിനടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരും കാലത്ത് താപനില 4 ഇരട്ടി ആയതിൻ്റെ ഫലമായി റെക്കോർഡ് വേഗത്തിൽ ചൂട് വർദ്ധിച്ചതുകൊണ്ട് തന്നെ അടുത്ത 75 വർഷത്തിനുള്ളിൽ ആഗോള താപനമെന്ന വില്ലൻ്റെ ഫലമായി ലോകത്തിലെ പല പ്രധാന നഗരങ്ങളും കടലിനടിയിലാക്കും. 2100 ആകുമ്പോഴേക്കും ആഗോള സമുദ്രനിരപ്പ് 6.2 അടി വരെയാണ് ഉയരാനൊരുങ്ങുന്നത്. ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ പൊക്കത്തിനോളം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പല നഗരങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിലൂടെയാണ് ഈ വിവരം പുറംലോകത്തെ അറിയിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല തീരദേശ നഗരങ്ങളും ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ലോകത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതാകും. പലതും കടലിനടിയിലാകും. സമുദ്രനിരപ്പ് ഉയരുന്നത് ഇന്ത്യ അടക്കം വലിയ തോതിൽ തന്നെ ആയിരിക്കും ബാധിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരം മുംബൈ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കും. എന്തിനേറെ പറയുന്നു, കേരളവുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന പല തീരദേശ നഗരങ്ങളും വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നാണ് പഠനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കാരണമായി പറയുന്ന ഒരു വിഷയം സമുദ്ര മേഖലകളിൽ ചൂട് വർദ്ധിക്കുന്നത്. അതുപോലെ റെക്കോർഡ് വേഗതയിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ 40 വർഷത്തിനിടയിൽ സമുദ്രതാപനം 4 ഇരട്ടിയോളം വർദ്ധിച്ചുവെന്നാണ് എൻവയോൺമെൻ്റൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. ഭാവിയിൽ ഇതിൻ്റെ വേഗത 10 മടങ്ങായി വർദ്ധിക്കും എന്നുള്ള മുന്നറിയിപ്പും ശാസ്ത്രജ്ഞർ തന്നെ നൽകുന്നുണ്ട്. 1980കളിൽ സമുദ്രോപരിതല ചൂട് 0.06 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത് 0.27 ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത 20 വർഷം കൊണ്ട് ഇതിൻ്റെ അളവ് വീണ്ടും വർദ്ധിക്കും. അത് 0.5 ഡിഗ്രിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഭൂമിയിൽ ആഗോള താപനത്തിൻ്റെ വേഗത നിർണ്ണയിക്കുന്നത് സമുദ്രം തന്നെയാണ്. ഈ സമുദ്രങ്ങളെ ചൂട് പിടിപ്പിക്കുകയും മഞ്ഞുരുകൽ പ്രക്രിയ വളരെ വേഗത്തിലാവുകയും ചെയ്യുമ്പോൾ സമുദ്രാന്തർഭാഗത്ത് ഉണ്ടാകുന്ന പ്രതിഭാസം അത് മനുഷ്യരാശിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സമുദ്രതാപനം വേഗത്തിലാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവും വേഗത്തിലാകുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ വരാനിരിക്കുന്ന വലിയ ദുരന്തം അതിൻ്റെ ആക്കം കുറയ്ക്കാനായി പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പല കാലാവസ്ഥാ ഉച്ചകോടികളിലും എടുത്തു പറയുന്ന വിഷയം ഹരിതഗ്രഹവാതക ബഹിർഗമനം കുറയ്ക്കുക. അതിന് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെയാണ് ഒരു പോംവഴിയായി ഇതിനെ എടുത്തു പറയാൻ സാധിക്കുന്നത്. പക്ഷേ അത് ശാശ്വതമല്ല. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ഉയരുന്നുണ്ട്. ഇനി വരും കാലത്ത് ഇതിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പിടിച്ചുകെട്ടാൻ സാധിക്കും? പ്രത്യേകിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെയും മറ്റ് ദുരന്തങ്ങളെയും തടയാനായി നമുക്ക് ഒരു മാർഗവുമില്ല. അതിൻ്റെ ആക്കം കുറയ്ക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പല തീരപ്രദേശങ്ങളും പ്രധാന നഗരങ്ങളും ഇങ്ങനെ വെള്ളത്തിനടിയിലാകുന്നത് നാം ഇനി കാണേണ്ടി വരും. അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ കൂടാതെ പല ഭൂഖണ്ഡങ്ങളും ഇതിൻ്റെ പരിണതഫലം ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും അധികം ബ്രിട്ടനെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. ലണ്ടൻ, ബർമോൺസി, ഗ്രീൻവിച്ച്, വാറ്റ്സിയ, ചെൽസി തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ വെള്ളപ്പൊക്കം ബാധിത മേഖലയായി മാറും. ഇംഗ്ലണ്ടിൻ്റെ കിഴക്കൻ തീരം, ഹൾ, ഗ്രിംസ്ബി തുടങ്ങിയ പട്ടണങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ഇങ്ങനെ ഒരു നഗരമേ ഇനി ഒരു 10-50 വർഷങ്ങൾക്ക് ശേഷം കാണുവാനായി സാധിക്കാത്ത രീതിയിലേക്ക് മാറിയേക്കും. പീറ്റർബറോ, ലിങ്കൺ എന്നിവ ഉൾപ്പെടെയുള്ള ഉൾനാടൻ സ്ഥലങ്ങൾ പോലും കടുത്ത വെള്ളപ്പൊക്കത്തിൻ്റെ പരിണതഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. വെസ്റ്റേൺ സൂപ്പർമാരെ, ന്യൂപോർട്ട്, കാഡിഫ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെയും സാരമായി തന്നെയാണ് ഇത് ബാധിക്കുന്നത്. ആളുകളെ കൂടുതൽ ദുരന്തത്തിലേക്ക്, കോടിക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കാൻ കാരണമായി മാറിയേക്കും. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രണാതീതമായി തന്നെ തുടരും. ഭൂമിയിലെ 1/3 ജീവി വർഗ്ഗങ്ങൾക്കാണ് വംശനാശം സംഭവിക്കാനിരിക്കുന്നത്. ഇനിയുള്ള 75 വർഷക്കാലം ഏറ്റവും ഭീകരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള പല മേഖലകളും ഇങ്ങനെ അപകടത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളായിട്ടുള്ള മാലദ്വീപ്, തുവാലു എന്നിവ വാസയോഗ്യമല്ലാത്ത മേഖലകളായി മാറിയേക്കാം. ഒരുപക്ഷെ ഈ ദ്വീപ് സമൂഹങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയേക്കാം. ജക്കാർത്ത, ബാങ്കോക്ക് തുടങ്ങിയ തീരദേശ നഗരങ്ങൾ അതൊക്കെ തന്നെ വെള്ളപ്പൊക്കത്തിനെ നേരിടേണ്ടി വരും. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വീടും ഉപജീവന മാർഗവും ജീവജന്തുക്കളും ഒക്കെ തന്നെ
വെള്ളപ്പൊക്ക ഭീഷണി നേരിടേണ്ടി വരും. ഭൂമിയിലെ ചൂട് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ വലിയ ആഘാതം. ഇതിൻ്റെ വ്യക്തമായൊരു സൂചന സമുദ്ര താപനിലയിലെ വർധനവ് തന്നെയാണ്. ഹരിതഗ്രഹ വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ചൂടിൻ്റെ 90% ആഗിരണം ചെയ്യുന്നത് സമുദ്രമാണ്. എന്നാൽ സമുദ്രത്തിൽ തന്നെ ചൂട് വർദ്ധിച്ചാൽ അത് കടുത്ത വരൾച്ചയിലേക്കും കാട്ടുതീയിലേക്കും ജലനിരപ്പ് ഉയരാനും ഏറ്റവും പ്രധാനമായി പ്രളയമടക്കം സംഭവിക്കാനും കാരണമായി മാറിയേക്കും. സമുദ്രതാപനം കൂടുതൽ വേഗത്തിൽ കുറയ്ക്കുന്നതിന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പഠനം തന്നെ പറയുന്നു. കാലാവസ്ഥയെ സ്ഥിരപ്പെടുത്താനും ചൂടിൻ്റെ വേഗത കുറയ്ക്കാനും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുമൊക്കെ അടിയന്തര നടപടി നാം ഏവരും സ്വീകരിക്കുക. നമ്മുടെ ഒക്കെ തന്നെ കൂട്ടായ ഉത്തരവാദിത്തമായതിനെ നോക്കിക്കാണുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന കാർബൺ ബഹിർഗമനത്തിൻ്റെ വർധനവ് ആഗോളതാപനത്തിനും മഞ്ഞുരുകലിനുമൊക്കെ പ്രധാന കാരണമായി നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുമ്പോൾ ഓസോൺ പാളിയെ നശിപ്പിച്ച് ആഗോളതാപനത്തിന് വലിയ വെല്ലുവിളിയായി ഇത് മാറും. ഇതിൻ്റെ ഫലമായി അന്റാർട്ടിക്ക അടക്കമുള്ള മേഖലകളിൽ മഞ്ഞുമലകൾ ഉരുകി തുടങ്ങും. സമുദ്രനിരപ്പ് വർദ്ധിക്കാൻ ഇതൊരു കാരണമാകും. പ്രളയമാവുകയും താഴ്ന്ന പ്രദേശങ്ങളെ കടലിനടിയിലാക്കാനും ഇതുമൂലം സംഭവിക്കും. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പ് വൻതോതിൽ ഉയരുന്നുവെന്ന പഠന റിപ്പോർട്ടുകൾ ഏറെക്കാലങ്ങളായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഈ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ അടിയന്തര ഇടപെടൽ തന്നെയാണ് നിലവിൽ നടത്തേണ്ടതായിട്ടുള്ളത്. വെള്ളപ്പൊക്കത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? അതിനുള്ള നീക്കുപോക്കുകൾ നടത്തേണ്ടതുണ്ട്. സുസ്ഥിര നഗര ആസൂത്രണം, ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ, ഇതിനായി ഓരോ രാജ്യങ്ങളും അവരുടേതായ സംഭാവനകൾ നൽകണം. ഇനിയും അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ ലോകം നേരിടേണ്ടി വരുമെന്നും മറ്റാരെങ്കിലും മൂലം ചെയ്യുന്ന ഭൂമിക്ക് ദോഷകരമാവുന്ന പ്രവൃത്തി ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും മനുഷ്യരാശിയെയും ബാധിക്കുന്ന തരത്തിലായിരിക്കും മാറുന്നത്. റെക്കോർഡ് ഉയരത്തിലേക്കാണ് 2023-24 ആഗോള സമുദ്ര താപനില ഉയർന്നത്. പസഫിക് സമുദ്ര ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമായിട്ടുള്ള എൽ നിനോയും താപനില വർദ്ധിക്കാനുള്ള പ്രധാന മൂലകാരണമായി. 40 വർഷത്തിനിടയിലുണ്ടായ താപനിലയിലെ വർധനവ് ഇനിയുള്ള അടുത്ത 20 വർഷം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ പരിഹരിച്ച് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും മാറിയില്ലെങ്കിൽ, ഇനിയും അതിന് തയ്യാറായില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥയെയും കാലാവസ്ഥാ രീതികളെയും ഒക്കെ ശക്തമായ രീതിയിൽ അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.